ഈ സ്ട്രോബെറി പീക്ക് സീസൺ ആയിക്കാൻ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? സ്ട്രോബെറി ചോക്ലേറ്റ് അല്ലാണ്ട് ഈസിയായിട്ട് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു ഹോസ്റ്റലിൽ എന്നുള്ള നിലയ്ക്ക് അതും ഇൻഡക്ഷൻ കുക്കർ പോലും പെർമിറ്റ് ചെയ്യാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ കൂടി കുറച്ച് പാടാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എളുപ്പത്തിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കി. ആദ്യം തന്നെ സ്ട്രോബെറി വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു ഗ്ലാസ്സിൽ ചൂട് വെള്ളം, അതിൽ കെറ്റിലിൻ്റെ പെർമിഷനും കൂടി ഉള്ളതുകൊണ്ട് ഭാഗ്യം, അത് വെച്ച് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലിട്ടിട്ട് ചോക്ലേറ്റ് നന്നായി മെൽറ്റാക്കി എടുത്തു. നമുക്ക് വേറെ ആക്സസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഗണാഷ് രൂപത്തിലാക്കാൻ പറ്റിയിട്ടില്ല. അതായത് ബട്ടറോ ഫ്രഷ് ക്രീമോ അതുപോലത്തെ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. നമ്മൾ വാങ്ങിച്ച സ്ട്രോബെറിക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റിനെ പറ്റി പറയണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും മിക്സായി കഴിക്കുന്നതിലും നല്ലത് കുറച്ചും കൂടി സെപ്പറേറ്റ് കഴിക്കലായിട്ടാണ് തോന്നിയത്. പിന്നെ ബാക്കി വന്ന ചോക്ലേറ്റും ഉണ്ട്. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ച സ്ഥിതിക്ക് നമുക്ക് പിന്നെ പാൽപ്പൊടിയൊക്കെ അല്ലേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് മിൽക്ക് ഉണ്ടാക്കി എന്നിട്ട് ആ ബാക്കി വന്ന ചോക്ലേറ്റിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ശേഷം 2 ഫെറോച്ചർ ഉണ്ടായതുകൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തിന്ന് നോക്കി. അടിപൊളിയായിരുന്നു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹോസ്റ്റലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്ട്രോബെറി ചോക്ലേറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ബൈ.